ഹായ് ഫ്രണ്ട്സ്, സാധാരണ ചെയ്യുന്ന പോലത്തെ ഭവ്യയിലെ വീഡിയോ അല്ല കേട്ടോ ഇന്ന് ചെയ്യുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയിലെ നമ്മുടെ വനിതാ വിങ്ങിലെ കൂട്ടുകാരെല്ലാവരും കൂടി ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു ഉല്ലാസയാത്ര പോയി. അതിൻ്റെ സന്തോഷകരമായ കുറേ നിമിഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം കേട്ടോ. എല്ലാ വർഷവും നമ്മൾ വനിതാ വിങ്ങുകാർ ടൂറ് പോകാറുണ്ട്. ഈ വർഷം അതിനുള്ള സമയമൊന്നും ആർക്കും കിട്ടിയില്ല. എല്ലാ കച്ചവടക്കാർക്കും ഈ സമയം കുറച്ച് തിരക്കുള്ള സമയമാണല്ലോ. എന്നാലും സന്തോഷമുള്ള കാര്യങ്ങളൊന്നും നമ്മൾ മാറ്റിവെക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഒറ്റ ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ചെറിയൊരു ടൂർ പോകാൻ പറ്റിയ സ്ഥലം എവിടെയാണെന്ന് എല്ലാവരും കൂടി ആലോചിച്ചു. അപ്പോഴാണ് നമ്മുടെ കോഴിക്കോട് ബീച്ചിൽ വെച്ച് നടക്കുന്ന സരസ് മേള കാണാമെന്ന് അഭിപ്രായം വന്നത്. കേട്ടപ്പോൾ തന്നെ എല്ലാവർക്കും വളരെ ഉത്സാഹം തോന്നി. ഉടനെ വണ്ടി ഏർപ്പാടാക്കി. നമ്മുടെ കൂടരഞ്ഞിയിലെ TKB ബസ്സിൻ്റെ ഉടമ നൗഷാദ് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് വേണ്ടി ഓടാമെന്ന് സമ്മതിച്ചു. അങ്ങനെ ഞായറാഴ്ച 12:30 ആയപ്പോൾ എല്ലാവരും ബസ്സിൽ കയറി. ഏകദേശം 30 മെമ്പർമാരും അവരുടെ കുട്ടികളും ഉണ്ടായിരുന്നു. എല്ലാവർക്കും പരസ്പരം സംസാരിച്ച് തീരുമ്പോഴത്തേക്കും തന്നെ കോഴിക്കോടെത്തി, ബീച്ചിലെത്തി. സരസ് മേളയെക്കുറിച്ച് അറിയാൻ കഴിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മറ്റു ചില ജില്ലകളിൽ ദേശീയ സരസ് മേള ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. ഈ വർഷം നമ്മുടെ കോഴിക്കോട് ജില്ലയ്ക്കാണ് ഈ സുവർണ അവസരം ലഭിച്ചിട്ടുള്ളത്. സരസ് മേളയുടെ കവാടത്തിലേക്ക് കയറിയ ഉടനെ തന്നെ കാണാൻ കഴിയുന്നത് നമ്മുടെ മലയോര ഹൈവേയുടെ വളരെ ഭംഗിയായിട്ടുള്ള ഡെമോയാണ്. അടുത്തതായി കൃഷി വകുപ്പിൻ്റെ സ്റ്റാളാണ്. പഴയകാല വീടും കർഷകരുടെ വീടും പാടവും കാണാം. വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ സ്റ്റാളുകൾ, വെറ്റിനറി സ്റ്റാളുകൾ, സാമൂഹിക നീതി വകുപ്പിൻ്റെ സ്റ്റാളുകൾ, കൃഷി വകുപ്പിൻ്റെ സ്റ്റാളുകൾ, പുതുതായി നിർമ്മിച്ച പാലങ്ങളും റോഡുകളും എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ഈ മേളയിൽ കാണാമായിരുന്നു. എല്ലാത്തിൻ്റെയും ഡെമോയും വളരെ ഭംഗിയായി കാണികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് നടന്നപ്പോൾ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കരകൗശല വസ്തുക്കൾ, പാള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, ചിരട്ടത്തവികൾ, ചിരട്ട കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ, പിന്നെ അച്ചാറുകൾ, സ്ക്വാഷുകൾ, ജാമുകൾ, പെനോയിൽ, അങ്ങനെ നിരവധി സാധനങ്ങൾ, അച്ചാറ് പൊടികൾ, മസാലക്കൂട്ടുകൾ, സ്പൈസസ് എല്ലാം തന്നെ എല്ലാവരും കൈ നിറയെ സാധനങ്ങളൊക്കെ വാങ്ങി. അച്ചാറുകൾ ഒരു 10-15 ഐറ്റം അച്ചാറുകൾ തന്നെ ഉണ്ടായിരുന്നു. നാവിൽ വെള്ളം ഊറുന്ന തരത്തിലുള്ള ടേസ്റ്റോടുകൂടി ഞങ്ങളെല്ലാവരും ടേസ്റ്റ് ചെയ്ത് നോക്കി. എല്ലാവരും വാങ്ങിച്ചു. കമ്മലുകൾ, രാജസ്ഥാനി കമ്മലുകൾ, നല്ല നല്ല വലിയ മോഡലിലുള്ള ജിമിക്ക് കമ്മലുകൾ, ഷൂകൾ, ചെരുപ്പുകൾ, ബാഗ് ഐറ്റംസ്, പറഞ്ഞാൽ തീരില്ല. അതിന് മാത്രം സാധനങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. എല്ലാം ഒന്നും എനിക്ക് ഫോട്ടോ എടുക്കാൻ, വീഡിയോ പിടിക്കാൻ സാധിച്ചിട്ടില്ല. ജാർഖണ്ഡിൻ്റെ തുണിത്തരങ്ങളുണ്ടായിരുന്നു, ബെഡ്ഷീറ്റുകൾ, നല്ല നല്ല ചുരിദാറുകൾ, പിന്നെ ആദിവാസികളുടെ തനതായ മരുന്നുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ സ്വന്തമായി അവരവരുടെ വീട്ടിൽ പാഴ്വസ്തുക്കൾ കൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളുണ്ടായിരുന്നു. സരസ് മേള എന്നും വൈകുന്നേരങ്ങളിൽ സാംസ്കാരിക പരിപാടികളോട് കൂടിയാണ് ആരംഭിച്ചിരുന്നത്. കേരളത്തിൻ്റെ തനതായ നൃത്തരൂപങ്ങൾ, ഗോത്രവർഗക്കാരുടെ നൃത്തങ്ങൾ, അവരുടെ ജീവിതശൈലികൾ എന്നിവയൊക്കെ ഈ സാംസ്കാരിക സമ്മേളനത്തോടു കൂടി നടത്തിയിരുന്നു. ഒരുപാട് വനിതാ സംരംഭകരെ മേളയിൽ പരിചയപ്പെടാൻ സാധിച്ചു.
ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ത്രീ ശാക്തീകരണം എന്നിവ ലക്ഷ്യമിട്ടുകൊണ്ട് രൂപീകരിച്ച കുടുംബശ്രീ സാമ്പത്തികമായി സ്ത്രീകൾ വളരെയധികം മുന്നേറിയിരിക്കുന്നു എന്നതിന് തെളിവാണ് ഈ മേള എന്ന് തന്നെ പറയാം. മുളയരി കൊണ്ടുള്ള പായസങ്ങൾ, പിന്നെ ഇളനീര് കൊണ്ടുള്ള വിഭവങ്ങൾ, ഇളനീർ ഹലുവ, പിന്നെ അതുപോലെ തന്നെ ചക്ക കൊണ്ടുള്ള പല വെറൈറ്റി ഫുഡുകൾ, ചക്ക ജാമ്, ചക്ക വറുത്തത്, അങ്ങനെ ചക്ക കൊണ്ട് തന്നെ ഒരു 10-15 ഐറ്റംസ് സാധനങ്ങൾ അവിടെ കാണാമായിരുന്നു. മേളയിൽ ഏറ്റവും ആകർഷകമായി തോന്നിയത് ഭക്ഷണത്തിൻ്റെ മേളയായിരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തനതായ രുചിക്കൂട്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്തതും അവിടെ തന്നെയാണ്. ഒരു വലിയൊരു ഏരിയ തന്നെ ഉണ്ടായിരുന്നു ഭക്ഷ്യമേളയ്ക്കായിട്ട്. എല്ലാ തരം ഫുഡുകളും വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. കുട്ടികൾക്കൊക്കെ വെറൈറ്റി ഫുഡുകൾ വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മുടെ നാടൻ വിഭവങ്ങളും ഒരു ഭാഗത്ത് മുഴുവനും നാടൻ വിഭവങ്ങളായിരുന്നു. കപ്പ, മീൻകറി, പുട്ട്, ബീഫ്, ചിക്കൻ കറി, ഇലയട, എണ്ണപ്പലഹാരങ്ങൾ, ജ്യൂസ് ഐറ്റംസ് എന്നു വേണ്ട എല്ലാ ഐറ്റംസും അവിടെ ഉണ്ടായിരുന്നു. സരസമേള കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഒരു കുടുംബശ്രീ അംഗം എന്ന നിലയിലും ഒരു വനിതാ സംരംഭക എന്ന നിലയിലും വളരെയധികം അഭിമാനം തോന്നി. ഏകദേശം ഒരു 4-5 മണിക്കൂറോളം നമ്മൾ മേളയ്ക്കകത്ത് തന്നെയായിരുന്നു. അതിനുശേഷം വെയിലൊക്കെ പോയി എന്ന് തോന്നിയ ഉടനെ തന്നെ നമ്മൾ എല്ലാവരും കൂടി പുറത്തിറങ്ങി. എല്ലാവരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കി. കുറച്ച് പേരൊക്കെ ഇതിലേ ആയതുകൊണ്ട് എല്ലാവരും ഒന്നും ഫോട്ടോയിൽ കിട്ടിയില്ല. പിന്നെ 2 പേര് നേരത്തെ അത്യാവശ്യമുള്ളതുകൊണ്ട് നേരത്തെ പോകേണ്ടി വന്നു. അങ്ങനെ അവരെയും ഫോട്ടോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. പിന്നെ എല്ലാവരും ബീച്ചിലോട്ട് ഇറങ്ങി. വളരെ രസകരമായിരുന്നു ബീച്ചിലുള്ള ഓരോ നിമിഷങ്ങളും. കടൽ തിരമാലകൾക്കൊക്കെ അനുസരിച്ച് എല്ലാവരും ഓടിച്ചാടി കളിച്ച്, കുട്ടികളൊക്കെ മണലിൽ അപ്പം ചുട്ട് കളിക്കുകയും മണലിൽ എഴുതുകയും ഒക്കെ ചെയ്തു. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരുന്നു കുട്ടികൾ. അതിനിടയ്ക്ക് അവിടെയുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ വീണ്ടും ടേസ്റ്റ് ചെയ്യാൻ പറ്റി. നമുക്കറിയാലോ, ബീച്ചിൻ്റെ സൈഡിൽ ഇഷ്ടം പോലെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലാ ഐറ്റംസും ടേസ്റ്റ് ചെയ്ത് നോക്കി എല്ലാവരും. ഉപ്പിലിട്ട മാങ്ങ, നെല്ലിക്ക, പേരയ്ക്ക, ക്യാരറ്റ്, എല്ലാ സാധനങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി. പിന്നെ കുട്ടികളും മുതിർന്നവരും എല്ലാവരും നന്നായി എൻജോയ് ചെയ്തു. പിന്നെ കയറി വരാൻ തോന്നിയേയില്ല. സൺസെറ്റൊക്കെ നല്ല ഭംഗിയായിട്ട് കണ്ടു. വീണ്ടും അവിടെ തന്നെ നിൽക്കണമെന്ന് തോന്നിപ്പോയി. നേരെ ഒരുപാട് ഇരുട്ടി. 7 മണിയായി, 7:30ആയി. ഇനിയിപ്പോൾ വീട്ടിലെത്താൻ സമയം വൈകില്ലേ. അതുകൊണ്ട് എല്ലാവരും തന്നെ മനസ്സോടെയാണ് എല്ലാവരും തന്നെ ബസ്സിലോട്ട് കയറിയത്. എല്ലാവരും തന്നെ പെട്ടെന്ന് വണ്ടി കയറി. ആർക്കും ക്ഷീണമൊന്നും തോന്നിയില്ല കേട്ടോ. എല്ലാവരും വളരെയധികം സന്തോഷത്തിലായിരുന്നു. എല്ലാവർക്കും യാത്രയെക്കുറിച്ച് നല്ല കാര്യങ്ങൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ. കോഴിക്കോട്ടെ തിരക്കിൽ നിന്നൊക്കെ മാറിയിട്ട് കുന്നമംഗലത്ത് വണ്ടി നിർത്തി. ഫാമിലി റെസ്റ്റോറൻറ്റിൽ പോയി എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിച്ചു. പെട്ടെന്ന് തന്നെ വണ്ടിയിലേക്ക് തിരിച്ചു കയറി. വളരെ പെട്ടെന്ന് തന്നെ കൂടരഞ്ഞിയിലെത്തി. എല്ലാവരും ഡ്രൈവറോടും നൗഷാദിനോടും ഒക്കെ പ്രത്യേകം നന്ദി അറിയിച്ചു. സുരക്ഷിതമായി കൂടരഞ്ഞി തന്നെ തിരിച്ചു കൊണ്ടുവന്ന് എത്തിച്ചതിന്. എല്ലാവർക്കും ഇതൊരു ഹാപ്പി സൺഡേ ആയിരുന്നു.